കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ അച്ഛനെ പറ്റിയേ? ഇങ്ങനെ എടുത്തിയാടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇത് എടുത്തിയാട്ടാണെന്നോ? ആണോ മോനെ? എടുത്തിയാട്ടേണ്ട പ്രായം എനിക്ക്. ഇതിപ്പോ എന്നോടെ നിർത്തിയെന്ന് വിചാരിച്ചോ? എന്റെ മോളോട് കാണിച്ച ക്രൂരതയ്ക്ക് ഈ കല്യാണ മണ്ഡപം പെട്രോൾ ഒഴിച്ച് കത്തിക്കേണ്ടതായിരുന്നു. അച്ഛൻ എന്തുകൊണ്ടാ ഞാൻ മോളെ ചതിക്കുകയാണെന്ന് കരുതുന്നേ? അങ്ങനെ എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ നടക്കുന്നതൊക്കെ എന്താ? എന്റെ മോളെ എവിടെയാണെന്നൊന്ന് അന്വേഷിച്ചോ? അത് ചിന്തിക്കാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ. അമ്മ പറഞ്ഞ വാക്കും കേട്ട് കല്യാണം കഴിക്കാൻ കയറിയിരിക്കുന്നു. ഇതിന് എന്താന്നാ പറയണ്ടേ? കല്യാണത്തിന് തയ്യാറായതേ ഉള്ളൂ, അല്ലാതെ കല്യാണം ഇതുവരെ നടന്നില്ലല്ലോ. അതെന്താ മനസ്സിലാക്കാത്തെ? ആ മണ്ഡപത്തിൽ കയറിയിരുന്നോണ്ട് മാളവികയുടെ കഴുത്തി താലി കെട്ടിയ അപ്പ എന്റെ കഴുത്തി പിടിച്ച് അച്ഛന് ചോദിക്കാം. അതല്ലാതെ ഇങ്ങനെ എടുത്തിയാടി ഒന്നും ചെയ്യരുത്. കല്യാണം കഴിക്കണമെന്ന് ഉദ്ദേശമില്ലായിരുന്നെങ്കിൽ ഈ ഒരുക്കങ്ങൾക്ക് നീ നിന്ന് കൊടുക്കുവോ? അതിന് കാരണമുണ്ട് അച്ഛാ. വൈദേഹി എനിക്ക് ഈ മണ്ഡപത്തിൽ എത്തിക്കണായിരുന്നു. എന്ത്? ഇങ്ങനെ ചെയ്താ വൈദേഹി വരുവോ? പറയരുന്ന് കരുതിയതാ. ഇപ്പൊ നീയാ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നേ. നിനക്ക് വട്ടാദേവാ. അല്ലെങ്കിൽ എന്നെ വട്ടനാക്കാനുള്ള ശ്രമമായിരിക്കും. രണ്ടാം കല്യാണത്തിന് ഒരു കാരണം കണ്ടുപിടിക്കാനുള്ള ശ്രമമാണെന്ന് മനസ്സിലാക്കാനുള്ള പക്വത എനിക്കില്ലാന്ന് കരുതിയോ? വൈദേഹി എവിടെയാണെന്നെങ്കിലും നിനക്കറിയോ? അവളുടെ അവസ്ഥ എന്താണെന്നറിയോ? നിന്റെ അരികിൽ തന്നെ ഉണ്ടായിട്ടും നിന്റെ അടുത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അറിയോ നിനക്ക്? എത്ര വലിയ പ്രശ്നം അവള് നേരിടുന്നെന്ന് അറിയോ നിനക്ക്? അറിയാം, എനിക്കെല്ലാം അറിയാം അച്ഛാ. വൈദേഹി എന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എന്റെ മുമ്പിലേക്ക് വരാത്തതെന്നും എനിക്കറിയാം. എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടായ മറ്റേതെങ്കിലും രീതിയിൽ ഇടപെട്ട് എന്നെ സമാധാനിപ്പിക്കുന്നതല്ലാതെ എന്റെ മുമ്പിലേക്ക് അവൾ വരുന്നില്ല. അതുകൊണ്ടാ എന്റെ കല്യാണം എന്ന വ്യാജാനയുള്ള ഒരുക്കങ്ങൾ. ഒരു സ്ത്രീ മറ്റെന്തും സഹിച്ചെന്നിരിക്കും, പക്ഷെ സ്വന്തം ഭർത്താവിനെ മറ്റൊരു സ്ത്രീ സ്വന്തമാക്കുന്ന ഒരിക്കലും സഹിക്കില്ല. ഞാൻ മാളവികയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് വൈദേഹി ഒരിക്കലും സഹിക്കില്ല. താലി കെട്ടുന്ന സമയത്തെങ്കിലും അവൾ വരുമെന്ന് കരുതിയ മനഃപൂർവ്വം ഈ വേഷവും കെട്ടി ഞാൻ മണ്ഡപത്തിലിരുന്നത്. എന്റെ മോള് തന്നെയല്ലേ? എന്റെ അടുത്തേക്ക് വരാൻ എന്തിനവള് മടിക്കണം? മുഖമാണ് അതിന് കാരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടന്നത് അപകടമല്ലെന്നും അവളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിരുന്നു. അച്ഛൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ പറയുന്നതെല്ലാം സത്യമാ. താലി കെട്ടുന്നതിന് മുമ്പ് വൈദേഹി എന്റെ കൺമുമ്പിലെത്തും. മോളെ നഷ്ടപ്പെടുത്തിയിട്ട് അച്ഛൻ അനുഭവിക്കുന്ന ഈ വേദന എന്റെ അമ്മയും അച്ഛനും മനസ്സിലാക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്? ഒരുപക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അച്ഛൻ അനുഭവിക്കുന്ന ഈ വേദന മകനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്റെ അച്ഛനും അമ്മയും അനുഭവിക്കും. അച്ഛൻ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എന്റെ വൈദേഹി വരുന്നത് വരെയെങ്കിലും ഞാൻ പറയുന്നത് പോലെ കേട്ട് അച്ഛൻ എന്റെ കൂടെ നിൽക്കണം. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. മോനെ ദേവാ, എന്തു പറ്റിയടാ? രാമേട്ട സമ്മതിച്ചോ? അമ്മ പേടിക്കൊന്നും വേണ്ട, അച്ഛൻ എല്ലാത്തിനും സമ്മതിച്ചു. നടക്കും. എന്റെ ഭഗവാനെ, എന്തൊക്കെയാ ഇവിടെ ഈ നടക്കുന്ന? കയ്യില് പെട്രോളുമായിട്ട് കയറുമെന്ന് അച്ഛനെ എന്തു പറഞ്ഞാ സമ്മതിപ്പിച്ച്? അതാ എനിക്കും മനസ്സിലാവാത്തത്. അതിരിക്കട്ടെ, നിന്റെ അച്ഛൻ എവിടെ?
തിരുമേനി, മുഹൂർത്തം തീരാറായില്ലേ? മന്ത്രജപം തുടങ്ങിക്കോളൂ. ശ്രീമദ്വേങ്കടനാഥായ ശ്രീനിവാസായ തേ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേ ത്ര്യംബകേ ദേവി നാരായണീ നമോസ്തുതേ. സ്യഃ കാന്തായ കല്യാണനിധയേ നിധയേദ്ദിനാം ശ്രീവേങ്കടനിവാസായ ശ്രീനിവാസായ തേ നമഃ. മംഗളാശാസന പരേർമദാചാര്യ പുരോഗമൈ. കിളവന്റെ നോട്ടം കണ്ടില്ലേ? കല്യാണം മുടങ്ങുമെന്ന് കരുതി സന്തോഷിച്ചു കാണും. നീ കാത്തിരുന്നോ മാളവികെ? ഏതെങ്കിലും രൂപത്തിൽ ദൈവം ഈ കല്യാണം മുടക്കിയിരിക്കും. കാരണം സാക്ഷാൽ മഹാദേവന്റെ ആഗ്രഹമാണിത്. കല്യാണം മുടങ്ങിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇയാള് കിടന്ന് ചിരിക്കുന്നേ? മഞ്ഞൾ എടുത്തോളൂ. അങ്കിൾ ഈ കല്യാണത്തിന് സമ്മതിച്ചോ? കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല. ദേവന കല്യാണ മണ്ഡപത്തിൽ ഇരിക്കാൻ മാത്രമേ സമ്മതിച്ചിട്ടുള്ളൂ. നിനക്കറിയോ, ഈ ഒരുക്കങ്ങളൊക്കെ നടത്തിയത് ദേവന് വീണ്ടും കല്യാണം കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ടല്ല, വൈദേഹിയെ വരുത്താന മോള്. അപ്പൊ അച്ഛനോടും ദേവേട്ടനകത്ത് തന്നെയാണോ പറഞ്ഞത്? അതേ മോളെ, വൈദേഹി ഉറപ്പായിട്ടും വരും. ഈ കല്യാണം മുടങ്ങുകയും ചെയ്യും. ഒരുപക്ഷെ അവള് വന്നില്ലെങ്കിലോ? അവള് വരും മോളെ. അവക്ക് ദേവനോട് അത്ര ജീവനാ. അവൻ മറ്റൊരുത്തേക്ക് സ്വന്തമാകുന്നത് അവക്ക് സഹിക്കാൻ പറ്റില്ല. വൈദേഹി തീർച്ചയായും വരും. ഈ കല്യാണം മുടങ്ങും. കേട്ടല്ലോ ജാനകി, വൈദേഹി വരുമെന്നാ പറയുന്നത്. എന്നാലേ കല്യാണം മുടങ്ങുമെന്ന്. ദേവൻ അങ്ങനെ പറഞ്ഞ അച്ഛനത് കണ്ണടച്ച് വിശ്വസിക്കുക. സത്യത്തിൽ വൈദേഹി എവിടെയാന്ന് പോലും അറിയില്ല. വരുവോന്നും ഉറപ്പില്ല. വരാൻ പറ്റുന്ന അവസ്ഥയാണോന്നും അറിയില്ല. എനിക്കും അറിയാം മോളെ, എനിക്കെല്ലാം അറിയാം മോളെ. ഈ ജനങ്ങളുടെ ഇടയിൽ എന്റെ മോളും ഉണ്ട്. ഈ കല്യാണത്തിന്റെ ഓരോ നീക്കങ്ങളും കാണുന്നുണ്ട്. എന്താ ചീ പറയുന്നേ? അതെ മോളെ, നീ വേണമെങ്കിൽ കണ്ടോ, താലി കെട്ടുന്നതിന് ഒരു ക്ഷണം മുൻപേ അവൾ ഓടിയെത്തും. എന്നാ പിന്നെ അതുവരെ നമ്മള് എന്തിനു വേണ്ടിയാ കാത്തു നിൽക്കുന്നു? അവൾ ഇവിടെ ഉണ്ടെങ്കിൽ അച്ഛനെ ഒന്ന് മോളെ കൂട്ടിക്കൊണ്ടു വന്നൂടെ? അതെനിക്ക് പറ്റില്ല. എന്റെ മോളുടെ മുഖം ഇപ്പൊ എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. രൂപം ആകെ മാറിയത്രേ. അത് അച്ഛനെങ്ങനെ മനസ്സിലായി? അപ്പോ നിനക്കും അറിയാവോ മോളെ? ഇല്ല, ഈ കാര്യം ഇങ്ങനെ അച്ഛനറിയാന്നാ ചോദിച്ചത്. ഒരാളുടെ മുഖം എങ്ങനെയാച്ച അങ്ങനെ പെട്ടെന്ന് മാറുന്നേ? ആരോ അവളെ കാറി തട്ടിക്കൊണ്ടുപോയി കൊക്കയിലേക്ക് തള്ളിയിട്ടത്രേ. ആ അപകടത്തില് എന്റെ മോളുടെ മുഖമൊക്കെ ചിന്നിച്ചെതറിപ്പോയി. ഒരു ആശ്രമത്തിലെ ഗുരുജിയാണ് അവളെ ചികിത്സിച്ച് ജീവൻ രക്ഷിച്ചത്. ജീവൻ പോകാറായ അവസ്ഥയിലായിരുന്നെന്നും അപ്പൊ അവിടെ അടുത്തുണ്ടായിരുന്ന ആശ്രമത്തിലെ സ്വാമിജി രക്ഷിച്ചു എന്ന് പറഞ്ഞു. അന്ന് കാറിൽ നിന്ന് കെട്ടിയത് എന്റെ മകളെ തന്നെയായിരുന്നോ? നിങ്ങളുടെ മകളുടെ പേര് വൈദേഹി എന്നല്ലേ? ആണല്ലോ. എന്നാ നിങ്ങളുടെ മോള് തന്നെ. മുഖമാണ് അതിന് കാരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടന്നത് അപകടമല്ലെന്നും അവളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിരുന്നു.
ഗുരുജിയുടെ ശിഷ്യന്മാരിൽ ഒരാള് വൈദേഹിയുടെ ഫോട്ടോ എടുത്തിരുന്നത്രേ. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോയി. വരുന്നവരെ അവിടെ നിൽക്കാന്ന് വെച്ചാ അപ്പോഴേക്കും മുഹൂർത്തം കടന്നു പോവില്ലേ മോളെ. അയാൾ വന്ന ശേഷം ഫോട്ടോ അയച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്റെ കയ്യിൽ കിട്ടേണ്ട താമസമുള്ളൂ. എന്റെ മകൾ ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ എങ്ങനെയാണാവോ ആർക്കറിയാം. ആ പുതിയ മുഖം ഒന്ന് കാണാൻ കൊതിയാവുന്നു. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചോളൂ. നമസ്കാരം സ്വാമിജി. നമസ്കാരം. യാത്ര സുഖകരായിരുന്നോ? എല്ലാം ഭംഗിയായി സ്വാമിജി. വൈദേഹിയുടെ ഫോട്ടോ അവളുടെ അച്ഛൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നോ? അതെ, അയച്ചു കൊടുത്തോളൂ. പാവം, വൈദേഹി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലത്രേ. ഇപ്പോഴത്തെ വൈദേഹി തിരിച്ചറിയാൻ അയാൾ വേറെ മാർഗമില്ലാണ്ട് വിഷമിച്ചിരിക്കുക. നീ ഒന്ന് പെട്ടെന്ന് അയച്ചു കൊടുക്ക്. ഇപ്പൊ അയച്ചു കൊടുക്കാൻ സ്വാമിജി. ശരി. അങ്കിളിന്റെ മോളെ കാണാൻ ഇപ്പോഴും നല്ല ഭംഗിയാണ് അങ്കിളെ. അല്ല, ആയിരിക്കുമെന്ന് പറഞ്ഞതാ. എന്താ മോളെ, നിങ്ങൾ വൈദേഹി അറിയാവുന്ന പോലെയാണല്ലോ സംസാരിക്കുന്നത്. എന്നോട് സത്യം പറയേ. ഇല്ല, അത് വൈദേഹിയോട് മാഗിക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണേ, അതുകൊണ്ട് പറയുന്നതാ അച്ഛാ. അല്ലേ മാഗി? അതെ. എന്ന വാചാനകി. കണ്ടോ, ദൈവമുണ്ട്. നീ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അറിയേണ്ടവരെ ദൈവം കാര്യം അറിയിച്ചില്ലേ? ആരും അറിയണ്ട. ഒന്ന് പോടി മണ്ടി. അച്ഛൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി എന്താ ബാക്കിയുള്ളത്? നിനക്ക് എന്തായാലും പറയാൻ പേടിയാ. ഒന്നുമില്ലെങ്കിലും നിന്റെ അച്ഛനെങ്കിലും നീയാണ് വൈദേഹി എന്നറിയട്ടെ. ഈ കല്യാണം മുടക്കാൻ ഒരു വഴി കാണിച്ചു തരണേന്ന് നീ ദൈവത്തോട് പ്രാർത്ഥിച്ചതല്ലേ? ഇതിലും നല്ലൊരു വഴി വേറെ ഇല്ല വൈദേഹി. മറ്റേത് വഴിയിലൂടെ കല്യാണം മുടങ്ങിയാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ വൈദേഹിയാണെന്ന് അറിയിച്ചുകൊണ്ട് കല്യാണം മുടങ്ങാൻ പാടില്ല. എന്റെ ഭർത്താവോ എന്റെ അച്ഛനോ ആരും ഞാനിപ്പോ വൈദേഹിയാണെന്ന് അറിയരുത് മാഗി. നീ നന്നാവില്ല. ഫോട്ടോ അയച്ചെന്ന് തോന്നുന്നല്ലോ. സ്വാമിജി, ഞാൻ വൈദേഹിയെ സംസാരിക്കുന്ന. പറയൂ വൈദേഹി, സുഖായിരിക്കുന്നോ? നീ ഇപ്പൊ എവിടെയാ മോളെ? ഞാൻ സുരക്ഷിതയായിരിക്കുന്നു സ്വാമിജി. നിന്റെ അച്ഛൻ നിന്നെ അന്വേഷിച്ചിവിടെ വന്നിരുന്നു. നിന്നെ കാണാത്തതിൽ അദ്ദേഹം ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിന്റെ മുഖം മാറിയ കാര്യം അറിഞ്ഞപ്പോ നിന്റെ ഫോട്ടോ അയക്കാൻ പറഞ്ഞു. ദേ ഇപ്പോഴാ അയക്കാൻ തുടങ്ങണതേ ഉള്ളൂ. അരുത് സ്വാമിജി, അച്ഛന് ഫോട്ടോ അയച്ചു കൊടുക്കരുത്. അതെന്താ മോളെ വേണ്ടാന്ന് പറയണേ? നിന്റെ അച്ഛന് നിന്നെ കാണണമെന്നുണ്ടാവില്ലേ? എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ സ്വാമിജിയോട് പിന്നീട് പറഞ്ഞോളാം. ആദ്യം ഫോട്ടോ അയക്കാതിരിക്കാൻ നോക്ക്. ലക്ഷ്മണാനന്ദ, ആ ഫോട്ടോ അയക്കണ്ടത്രേ. സ്വാമി, ഞാനത് അയച്ചു കഴിഞ്ഞല്ലോ.
എന്താ പറഞ്ഞത്? അയച്ചു കഴിഞ്ഞെന്നോ? ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക് മോളെ. ലക്ഷ്മണ, അങ്ങേര ഫോട്ടോ കണ്ടോ നോക്കിയേ. പെട്ടെന്ന് നോക്ക് കണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. എന്നാ അയക്കണ്ട, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഞാനത് എടുത്തു കളഞ്ഞു സ്വാമി. ആ, അതാ നല്ലത്. ഫോട്ടോ അയച്ചിട്ടില്ല മോളെ. രക്ഷപ്പെട്ടു. വളരെ നന്ദി സ്വാമി. എന്തുകൊണ്ടാ മോളെ നിന്നെക്കുറിച്ച് ആരും ഒന്നും അറിയരുതെന്ന് നീ പറയുന്നത്? നിന്നെ കാണാണ്ട് നിന്റെ അച്ഛൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എനിക്കറിയാം സ്വാമിജി. എന്റെ അച്ഛനും ഭർത്താവും എനിക്ക് വേണ്ടി എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ട് സത്യം പറയുന്നില്ലെങ്കിൽ സാഹചര്യം എത്ര മോശമായിരിക്കും എന്നറിയായിരിക്കുമല്ലോ. ഇപ്പൊ തീരെ സമയമില്ല. പിന്നീട് ആശ്രമത്തിൽ വന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം. അതുവരെ സ്വാമിജി എന്നെ കുറിച്ച് ആരോടും ഒന്നും പറയരുത്. ആയിക്കോട്ടെ മോളെ, നീ സൂക്ഷിക്കണം. മഹാദേവന്റെ അനുഗ്രഹം നിന്നോടൊപ്പം എപ്പോഴും ഉണ്ട്. സർവം ശിവാഭിലാഷം. ഓം നമഃ ശിവായ. ഫോട്ടോ അയച്ചിട്ട് എടുത്തു കളഞ്ഞല്ലോ. ഫോൺ ചെയ്ത് ഒന്നുകൂടി അയക്കാൻ പറയാം. ഗുരുജി, ആ, അങ്ങേരെ വിളിക്കുന്നുണ്ടല്ലോ. ആരാ വിളിക്കുന്നേ? വൈദേഹിയുടെ അച്ഛനാ. ഫോൺ എടുത്ത് സംസാരിക്കുക. ഹലോ സ്വാമി, ഞാൻ വൈദേഹിയുടെ അച്ഛൻ രാമനാ. മോളുടെ ഫോട്ടോ അയക്കാന്ന് പറഞ്ഞിട്ട് നോക്കുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലോ. അത് നിങ്ങളുടെ മോളുടെ ഫോട്ടോ അല്ലായിരുന്നു. അബദ്ധത്തിൽ വേറൊരു ഫോട്ടോ അയച്ചത്, അതാ എടുത്തു കളഞ്ഞത്. അതെന്ത് പറ്റി? എന്റെ മോളുടെ ഫോട്ടോ ഒന്ന് അയച്ചു തരൂ. ഒന്ന് പെട്ടെന്ന് അയച്ചു തരണം. അയ്യോ ക്ഷമിക്കണം, നിങ്ങളുടെ മോളുടെ ഫോട്ടോ ഉണ്ടായിരുന്ന ഫോൺ കേടായിപ്പോയി.